ഗുഡ് മോർണിംഗ്. ഖൈറാത്ത് പ്രൈവറ്റ് ITIയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രേഡ് തിയറിയിലെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന സെക്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ട്രബിൾ ഷൂട്ടിംഗ് എന്നും എന്താണ് ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യകത എന്നും പഠിക്കുകയുണ്ടായി. കൂടാതെ നമ്മൾ എൻജിൻ സ്റ്റാർട്ടാവാത്ത ഘട്ടങ്ങളിലും മൈലേജ് കുറയുന്ന ഘട്ടങ്ങളിലും എൻജിൻ ഓവർ ഹീറ്റ് ചെയ്യുന്ന ഘട്ടങ്ങളിലും അവ എങ്ങനെ പരിഹരിക്കാമെന്നും പഠിക്കുകയുണ്ടായി. അടുത്തതായി നമ്മൾക്ക് എൻജിൻ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും പഠിക്കാം. നാലാമതായി ലോ പവർ ജനറേഷൻ. ലോ പവർ ജനറേഷൻ എന്നാൽ എന്താണ്? ഒരു സിമ്പിളായ വേയിൽ പറയുകയാണെങ്കിൽ പിക്കപ്പ് കുറയുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, വണ്ടിക്ക് പിക്കപ്പ് കുറയുന്നു. അതായത് എൻജിനിലുള്ള പവറിൻ്റെ ജനറേഷൻ കുറയുകയാണ്. എൻജിൻ ജനറേറ്റ് ചെയ്യുന്ന പവറിൽ കുറവുണ്ടാവുന്നു. അതിൻ്റെ കാരണങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമതായി ലീക്കി സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്. എന്താണത് വെച്ചാൽ, അതായത് സിലിണ്ടർ ഹെഡിൻ്റെ ഗ്യാസ്കറ്റിൽ നിന്ന് ലീക്ക് ഉണ്ടാകുന്നു. അതായത് ഗ്യാസ്കറ്റ് കേടുപാടുകൾ സംഭവിച്ചിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? എൻജിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയുന്നു. ടെമ്പറേച്ചർ കുറയും. അതുപോലെ തന്നെ എന്താവുന്നു, അവിടെ കമ്പഷൻ ഗ്യാസസ് ലീക്കാവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പവർ ജനറേഷൻ കുറയുന്നു. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ് റീപ്ലേസ് ചെയ്യണം. ഇനി അടുത്തതായി ഇംപ്രോപ്പർ വാൾവ് സീറ്റിംഗ്. വാൾവ് സീറ്റിംഗ് ശരിയായ രീതിയിലല്ല. അതായത് അതിൻ്റെ വാൾവ് സീറ്റിലിരിക്കുന്നത് ശരിയായ രീതിയിലല്ല. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പയർ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായി ബ്രോക്കൺ വാൾവ് സ്പ്രിങ്. വാൾവ് സ്പ്രിങ് പൊട്ടിയിരിക്കുന്നു. വാൾവ് സ്പ്രിങ് പൊട്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? വാൾവ് സീറ്റിംഗ് അതുപോലെ തന്നെ കറക്റ്റ് ആവുകയില്ല, ടൈമിങ്ങും കറക്റ്റ് ആവുകയില്ല. അവിടെ പവർ ജനറേഷൻ കുറയുന്നു. നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിയ വാൾവ് സ്പ്രിങ് റീപ്ലേസ് ചെയ്യണം. അടുത്തതായി വോൺ പിസ്റ്റൺ റിംഗ് ഓർ സിലിണ്ടർ ബോർ. പിസ്റ്റൺ റിങ്ങിനോ അല്ലെങ്കിൽ സിലിണ്ടർ ബോറിനോ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ബോറാണെങ്കിൽ റീബോർ ചെയ്യുക. അടുത്തതായി പിസ്റ്റൺ റിങ്സ് സീസ്ഡ് ഇൻ ഗ്രൂവ്സ് ഓർ ബ്രോക്കൺ. അതായത് പിസ്റ്റൺ റിങ്ങിന് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. ഒന്നുകിൽ അത് പൊട്ടിയിരിക്കുന്നു, അതിൻ്റെ ഗ്രൂവുകളിൽ ചതഞ്ഞ് കുടുങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിസ്റ്റൺ റിങ് എടുത്ത് മാറ്റണം, റീപ്ലേസ് ചെയ്യണം. അടുത്തതായി എക്സോസ്റ്റ് പോർട്ട് ക്ലോഗ്ഡ്. എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞിരിക്കുന്നു. എക്സോസ്റ്റ് പോർട്ട് അടഞ്ഞിരിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്യണം, വൃത്തിയാക്കണം. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ അടുത്തത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? വീക്ക് കംപ്രഷൻ വീക്കാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാൾവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായി ഡിഫക്റ്റീവ് ഫ്യൂവൽ ഫീഡ് പമ്പ്. ഫ്യൂവൽ ഫീഡ് പമ്പ് നാശമായിരിക്കുന്നു അല്ലെങ്കിൽ കേടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് പ്രശ്നം സംഭവിക്കുക? അവിടെ ആവശ്യത്തിന് ഫ്യൂവൽ എത്തുന്നില്ല. അപ്പോൾ പിന്നെ പവർ ജനറേഷൻ സ്വാഭാവികമായും കുറവ് സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫ്യൂവൽ ഫീഡ് പമ്പ് ഒന്നുകിൽ റിപ്പയർ ചെയ്യുക, റിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തതായി ക്ലോഗ്ഡ് ഫ്യൂവൽ ഫിൽട്ടർ. അതായത് ഫ്യൂവൽ ഫിൽട്ടർ അടഞ്ഞിരിക്കുന്നു. ഫ്യൂവൽ ഫിൽട്ടർ അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഫ്യൂവൽ ആവശ്യത്തിന് എൻജിനിലേക്ക് എത്തുന്നില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഫ്യൂവൽ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യണം. അടുത്തതായി ക്ലോഗ്ഡ് എയർ ക്ലീനർ. എയർ ക്ലീനർ അടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയറാണ് ഒരു എൻജിനിലെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്നത്. അപ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് പിസ്റ്റൺ അവിടെ താഴേക്ക് പുഷ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ പവർ ജനറേഷൻ ഉണ്ടാകുന്നത്. എയർ ക്ലീനർ ക്ലോഗ്ഡ് അടയുകയെങ്കിൽ ആവശ്യത്തിന് എയർ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വർക്കിംഗ് ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് എന്താവുന്നു, അവിടെ പവർ ജനറേഷൻ കുറയുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എയർ ക്ലീനർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു ട്രബിൾ ഷൂട്ടിംഗ് എന്നത് സിസ്റ്റമാറ്റിക് വേ ആണ് അല്ലേ. അതായത് നമ്മൾ ആദ്യത്തെ ഏറ്റവും പോസിബിളായിട്ടുള്ള പ്രശ്നം നമ്മൾ ചെക്ക് ചെയ്യുന്നു, അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം സോൾവ് ആയോ എന്ന് നോക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ പോസിബിളായിട്ടുള്ള പ്രശ്നം ചെക്ക് ചെയ്തു, ഓക്കെ, അവിടെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്ത ഭാഗം ചെക്ക് ചെയ്യും. അവിടെയും പ്രശ്നമില്ലെങ്കിൽ അടുത്ത് ചെക്ക് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തുന്നതാണ് ട്രബിൾ ഷൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ എയർ ക്ലീനറിലും പ്രശ്നമില്ല എങ്കിൽ നമ്മൾ അടുത്തായി എന്ത് ചെക്ക് ചെയ്യണം, ഇഞ്ചക്ഷൻ ടൈമിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇഞ്ചക്ഷൻ ടൈമിങ്ങിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇഞ്ചക്ഷൻ ടൈമിംഗ് തെറ്റുകയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ പവർ ജനറേഷൻ സ്വാഭാവികമായും കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇഞ്ചക്ഷൻ ടൈമിംഗ് ആദ്യമായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇഞ്ചക്ഷൻ ടൈമിങ്ങിലും പ്രശ്നമില്ല എങ്കിൽ നമ്മൾ അടുത്തായി എന്ത് ചെയ്യുക, അവിടെ ടാപ്പറ്റ് ക്ലിയറൻസ് എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ടാപ്പറ്റ് ക്ലിയറൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മാനുവലിനനുസരിച്ച്, സർവീസ് മാനുവലിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായി അവിടെ ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ടാപ്പറ്റ് ക്ലിയറൻസിലും പ്രശ്നമൊന്നുമില്ല എങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുക. ഫ്യൂവൽ ഇഞ്ചക്ടർ ഡിഫക്റ്റീവ് ആണോ. ഫ്യൂവൽ ഇഞ്ചക്ടർ ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്താണ്, അവിടെ ഫ്യൂവൽ എത്തുന്നില്ല അല്ലേ, ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ ഫ്യൂവൽ എത്തുന്നില്ലെങ്കിൽ എന്താണ്, ആ സിലിണ്ടറിൽ പവർ ജനറേഷൻ നടക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിലുള്ള എൻജിൻ്റെ പവർ ജനറേഷൻ സ്വാഭാവികമായിട്ടും കുറയും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂവൽ ഇഞ്ചക്ടർ റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായി എൻജിൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹൈ ഓയിൽ കൺസംഷൻ. അതായത് നിങ്ങൾ എൻജിൻ ഓയിൽ റീഫിൽ ചെയ്യുന്നു, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ എന്താവുന്നു, ആ എൻജിൻ ഓയിൽ കുറയുന്നു, എൻജിൻ ഓയിലിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു. അതായത് എൻജിൻ ഓയിൽ കൂടുതലായി ഉപഭോഗം നടക്കുന്നു. എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി എക്സ്റ്റേണൽ ഓയിൽ ലീക്കേജ്. ഓക്കെ, ഓയിൽ പുറത്തു പോകുന്നു, ലീക്കായി ഓയിൽ പുറത്തോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും എൻജിൻ ഓയിലിൻ്റെ അളവിൽ വളരെ പെട്ടെന്ന് കുറവ് വരുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണ് ലീക്കേജ് എന്ന് ചെക്ക് ചെയ്ത് ആ ലീക്കേജ് നമ്മൾ റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, റിപ്പയർ ചെയ്ത് ആ ലീക്കേജ് ഒഴിവാക്കുക. ഇനി ലീക്കേജ് ഒന്നുമില്ല എങ്കിൽ അടുത്തായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ ലെവൽ ഹൈ ആണോ എന്ന് നോക്കുക. ഒരു എൻജിന് ഒരു സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓയിൽ ലെവൽ ഉണ്ടായിരിക്കും അതിൻ്റെ സർവീസ് മാനുവലിൽ. ആ ഓയിൽ ലെവൽ ഹൈ ആണെങ്കിൽ, ആവശ്യത്തിലും അധികമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സസ് ഓയിൽ നമ്മൾ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓയിൽ ലെവൽ കറക്റ്റ് ചെയ്യുക. ഇനി അതും പ്രശ്നമില്ല എങ്കിൽ അടുത്തത് എന്താവാം, വാൾവ് ഓയിൽ സീൽ ഡാമേജ്ഡ്. വാൾവിൻ്റെ ഓയിൽ സീല് ഡാമേജ് ആയിരിക്കാം, ഓക്കെ, നശിച്ചിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ സീല് മാറ്റണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തായി പിസ്റ്റൺ ഓർ റിങ്സ് വോൺ ഔട്ട്. പിസ്റ്റണോ അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്സിലോ തേയ്മാനം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താവാം, എൻജിൻ ഓയിൽ നമ്മുടെ പിസ്റ്റൻ്റെ മുകളിലേക്ക് എത്തുകയും അവിടെ കമ്പഷൻ നടക്കുമ്പോൾ ഓയിൽ കത്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പിസ്റ്റണോ അല്ലെങ്കിൽ റിങ്ങോ ഇതിനാണ് നാശം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി
പിസ്റ്റൺ റിങ്ങിനും ഒന്നും പ്രശ്നമില്ല എങ്കിൽ അടുത്തായി നമ്മൾ എന്ത് ചെയ്യുക, എൻജിൻ ഓയിലിൻ്റെ വിസ്കസിറ്റി ചെക്ക് ചെയ്യുക. എൻജിൻ ഓയിൽ ലോ വിസ്കസിറ്റിയാണ്, അതായത് വിസ്കസിറ്റി കുറവാണെന്നിരിക്കുക. നമുക്കറിയാം ഓരോ എൻജിനും ഓരോ എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് പറഞ്ഞിട്ടുണ്ട്, വിസ്കസിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിസ്കസിറ്റിയിലും കുറവുള്ള എൻജിൻ ഓയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ കൺസംഷൻ സ്വാഭാവികമായും കൂടാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വിസ്കസിറ്റിയുള്ള അല്ലെങ്കിൽ ഗ്രേഡുള്ള ഓയിൽ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഇനി അതുമല്ല പ്രശ്നമെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം, ഓയിൽ റീച്ചിങ് ഇൻ എക്സോസ്റ്റ് മാനിഫോൾഡ്. അതായത് ഓയിൽ എക്സോസ്റ്റ് മാനിഫോൾഡ്, എൻജിൻ ഓയിൽ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ എൻജിൻ ഓയിൽ പുറത്തോട്ട് എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ ഒപ്പം പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാൾവ് ഗൈഡുകളും വാൾവ് സ്റ്റെമ്മും റീപ്ലേസ് ചെയ്യുക. ഏതിനാണോ പ്രശ്നം അത് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തതായി അതുമല്ല പ്രശ്നമെങ്കിൽ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഓയിൽ റീച്ചിങ് ടു കമ്പഷൻ ചേംബർ. കമ്പഷൻ ചേംബറിലേക്ക് ഓയിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കമ്പഷൻ ചേംബറിലേക്ക് ഓയിൽ എത്തുകയാണെങ്കിൽ എന്താണ്, ഓയിൽ കത്തിപ്പോവും. അത് കമ്പഷൻ ഗ്യാസസിൻ്റെ ഒപ്പം എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ ഒപ്പം ആ ഓയിലും കത്തിക്കഴിഞ്ഞ ഓയിലും പുറത്തോട്ട് പോകും. അപ്പോൾ അവിടെ എൻജിൻ ഓയിലിൻ്റെ ലോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പിസ്റ്റൺ റിങ് മാറ്റി വയ്ക്കുക. പിസ്റ്റൺ റിങ്ങിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി എൻജിൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ലോ ഓയിൽ പ്രഷർ. നമുക്കറിയാം ലോ ഓയിൽ പ്രഷർ എന്നാൽ എന്താണ്, എൻജിൻ ഓയിലിൻ്റെ പ്രഷർ കുറവാണ്. പ്രഷർ കുറവാണ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആവശ്യത്തിനനുസരിച്ച് എല്ലായിടത്തും എത്തുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് കാരണങ്ങളെന്ന് നോക്കാം. ഒന്നാമതായി ലോ ഓയിൽ വിസ്കോസിറ്റി. ഓയിലിൻ്റെ വിസ്കോസിറ്റി കുറവാണ്, അതായത് പറഞ്ഞ ഗ്രേഡിലും കുറവാണ്, വിസ്കോസിറ്റി കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഓയിൽ റീപ്ലേസ് ചെയ്യുക. സ്പെസിഫൈ ചെയ്ത ഗ്രേഡുള്ള ഓയിൽ വെച്ച് നമ്മളത് മാറ്റുക. രണ്ടാമതായി ഓയിൽ സ്ട്രെയിനർ ബ്ലോക്ക്ഡ്. ഓയിൽ സ്ട്രെയിനർ ബ്ലോക്കായി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഓയിൽ ആവശ്യമുള്ളിടത്തേക്ക് എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ സ്ട്രെയിനർ വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക. അടുത്തതായി വോൺ ഔട്ട് ഓയിൽ പമ്പ് ഗിയർ. ഓയിൽ പമ്പിൻ്റെ ഗിയർ തേയ്മാനം സംഭവിച്ചിരിക്കുന്നു. അതായത് ഓയിൽ പമ്പിൻ്റെ വർക്കിങ്ങിൻ്റെ എഫിഷ്യൻസി അവിടെ കുറയുന്നു. അപ്പോൾ ഓയിൽ പ്രഷർ സ്വാഭാവികമായും കുറയുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഓയിൽ പമ്പിൻ്റെ ഗിയർ റീപ്ലേസ് ചെയ്യുക, മാറ്റിവെക്കുക. ഇനി അടുത്തതായി സ്ട്രെയിനർ പൈപ്പ് മൗണ്ടിങ് ലൂസ്. സ്ട്രെയിനറിൻ്റെ പൈപ്പ് ലൂസായിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ ഇടയിൽ എന്തുണ്ടാവുന്നു, ഓയിൽ ലോസ് ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീടൈറ്റൻ ചെയ്യുക. അങ്ങനെ അവിടെയുള്ള ആ ഗ്യാപ്പിലുള്ള ഓയിൽ ലോസ് നമ്മൾ ഒഴിവാക്കുക. ഇനി അതുമല്ല പ്രശ്നമില്ല, അടുത്ത് എന്താവാം, ഡിഫക്റ്റീവ് ഓയിൽ പ്രഷർ ഗേജ് ആവാം അല്ലേ. ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഓയിൽ പ്രഷർ ഗേജിൽ ചിലപ്പോൾ തെറ്റായി കാണിക്കുന്നതാവാം. ഓയിൽ പ്രഷറൊക്കെ ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കാം, പക്ഷേ ആ പ്രഷർ ഗേജ് ചിലപ്പോൾ കേടായതായിരിക്കാം. അങ്ങനെ അതിൽ കുറവ് കാണിക്കുന്നതാവാം, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓയിൽ പ്രഷർ ഗേജ് റീപ്ലേസ് ചെയ്യുക, മാറ്റിവെക്കുക. ഇനി അതുമല്ലെങ്കിൽ അടുത്തത് എന്താവാം, ഡിഫക്റ്റീവ് പ്രഷർ റിലീഫ് വാൾവ് ആവാം. ഓക്കെ, പ്രഷർ റിലീഫ് വാൾവ് കേടായതായിരിക്കാം. അതായത് പ്രഷർ വളരെ കുറവുള്ള ഘട്ടങ്ങളിലും അത് പ്രഷർ റിലീവ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താവാം, പ്രഷർ കുറയാം, ഓയിലിൻ്റെ പ്രഷർ കുറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ റിലീഫ് വാൾവ് മാറ്റിവെക്കുക. ഇനി അതുമല്ലെങ്കിൽ എന്താവാം, ക്രാങ്ക് ഓർ ക്യാം ഷാഫ്റ്റ് ബെയറിംഗ് വോൺ ഔട്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയോ ക്യാം ഷാഫ്റ്റിൻ്റെയോ ബെയറിങ്ങിന് തേയ്മാനം സംഭവിച്ചിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ബെയറിങ് ഏതിനാണോ തേയ്മാനം സംഭവിച്ചിരിക്കുന്നത് അത് മാറ്റിവെക്കുക. അടുത്തതായി ലോ ഓയിൽ ലെവൽ ഇൻ സമ്പ്. അതായത് സമ്പിൽ ഓയിൽ ലെവൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് അപ്പ് ചെയ്യണം. ഓക്കെ, ടോപ്പ് അപ്പ് ചെയ്ത് ഓയിൽ ലെവൽ കറക്റ്റ് ആക്കുക.
അടുത്തതായി ഒരു എൻജിനിൽ വരാവുന്ന അല്ലെങ്കിൽ എൻജിൻ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഹൈ ഓയിൽ പ്രഷർ. അതായത് ഓയിൽ പ്രഷർ വേണ്ടുന്നതിനേക്കാൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഹൈ ഓയിൽ വിസ്കസിറ്റി കൂടുതലായിരിക്കാം. പറഞ്ഞിരിക്കുന്ന ഗ്രേഡിലും കൂടുതലുള്ള വിസ്കസിറ്റി കൂടുതലുള്ള ഓയിലായിരിക്കും നമ്മൾ ഫിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് വിസ്കസിറ്റിയുള്ള അല്ലെങ്കിൽ ഗ്രേഡുള്ള ഓയിൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇനി രണ്ടാമതായി ഡിഫക്റ്റീവ് ഓയിൽ പ്രഷർ ഗേജ്. അതായത് ഓയിൽ പ്രഷറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ആ പ്രഷർ കാണിക്കുന്ന ഗേജിനായിരിക്കാം പ്രശ്നം. ഓക്കെ, ഓയിൽ പ്രഷർ സാധാരണ പ്രഷറാവും ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ഗേജിൽ കൂടുതലായി കാണിക്കുന്നതാവാം, ഗേജിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടാവാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓയിൽ പ്രഷർ ഗേജ് മാറ്റി വയ്ക്കുക. അടുത്തതായി ഡിഫക്റ്റീവ് പ്രഷർ റിലീഫ് വാൾവ് കേടുവന്നിരിക്കാം. അതായത് പ്രഷർ കൂടുമ്പോഴും ആ പ്രഷർ റിലീഫ് വാൾവ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കുന്നില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ റിലീഫ് വാൾവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക, റീപ്ലേസ് ചെയ്യുക. അടുത്തതായി ഓയിൽ പാസേജസ് ബ്ലോക്ക്ഡ്. ഓയിൽ പാസേജ് എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പ്രഷർ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലോക്ക് എവിടെയാണോ അത് ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. അങ്ങനെ വീണ്ടും ഓയിൽ ഫ്ലോ ഫ്രീ ആയി സാധ്യമാക്കുക. അടുത്തതായി ഹൈ ഓയിൽ ലെവൽ ഇൻ ദി സമ്പിൽ ഓയിൽ അധികമായിരിക്കാം. ഓക്കെ, ഓയിൽ ലെവൽ അധികമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ അധികമുള്ളത് കുറയ്ക്കുക, എന്നിട്ട് കറക്റ്റ് സ്പെസിഫൈഡ് ലെവൽ ഓയിൽ ആക്കുക. അടുത്തതായി നമ്മൾ പലപ്പോഴും നമ്മുടെ എൻജിൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് എൻജിൻ നോയ്സ്. അതായത് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു പരിധിയിലധികം അല്ലെങ്കിൽ എന്താ പറയുക, അസ്വാഭാവികമായ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അത് വളരെയധികം പ്രശ്നകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി വോൺ ഔട്ട് ഗഡ്ജൻ പിന്ന് തേയ്മാനം സംഭവിച്ചിരിക്കാം, അവിടെ ലൂസായിരിക്കുകയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗഡ്ജൻ പിന്ന് റീപ്ലേസ് ചെയ്യുക. രണ്ടാമതായി വോൺ ഔട്ട് പിസ്റ്റൺ ആൻഡ് റിങ്സ്. പിസ്റ്റണും റിങ്ങും തേയ്മാനം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ പിസ്റ്റണോ റിങ്ങോ ഏതെങ്കിലും ഒന്നിന് തേയ്മാനം സംഭവിച്ചിരിക്കാം. അപ്പോൾ അവിടെ അത് തമ്മിൽ ഇളകുന്ന ആ നോയ്സ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ഏതിനാണ് തേയ്മാനം സംഭവിച്ചിരിക്കുന്നത് അത് മാറ്റിവെക്കുക. അടുത്തതായി പിസ്റ്റൺ റിങ് പൊട്ടിപ്പോയിരിക്കാം, അതിൻ്റെ ശബ്ദമായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, പിസ്റ്റൺ റിങ് പൊട്ടിപ്പോയിരിക്കുന്നത് മാറ്റിവെക്കുക. അടുത്തായി വെഹിക്കിൾ ഓവർലോഡ്. ഓക്കെ, അതായത് നമ്മൾ ഒരു വെഹിക്കിളിന്, ഒരു ലോഡ് ക്യാരിയിങ് വെഹിക്കിളിന് ഒരു മാക്സിമം ലോഡ് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നോയ്സുകൾ, പലതരം അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓവർലോഡിങ് നമ്മൾ ഒഴിവാക്കുക. അടുത്തതായി വീൽ ബെയറിംഗ് ടൈറ്റൻ ചെയ്യേണ്ട സമയമായിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ വീൽ ബെയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ എന്തായിരിക്കാം, ക്ലച്ച് സ്ലിപ്പാവുന്നതായിരിക്കാം. ക്ലച്ച് സ്ലിപ്പാവുന്നതാണെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ആവശ്യമാണെങ്കിൽ അവിടെ റിപ്പയർ ചെയ്യുക. അടുത്തായി ബിഗ് എൻഡ് ബെയറിംഗ് വോൺ ഔട്ട്. കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിലെ ബെയറിംഗ് തേയ്മാനം സംഭവിച്ച് അത് കടന്ന് ഇളകി കളിക്കുന്ന ശബ്ദമാകാം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ബെയറിംഗ് അവിടെ മാറ്റിവെക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണെങ്കിലും ഇനി ഇവിടുന്ന് ഇറങ്ങി നിങ്ങളൊരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു അറിവാണ് നമുക്ക് ഈ യൂണിറ്റിലൂടെ കിട്ടുന്നത്. നിങ്ങളിത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പല ഇൻ്റർനെറ്റിലും ഒക്കെ നിങ്ങൾക്ക് ധാരാളം വീഡിയോകളും എല്ലാം കിട്ടുന്നതാണ്. അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടു പഠിക്കുക. ഓക്കെ, താങ്ക് യു.